ജയ് മോഹൻജി. വിശുദ്ധിയുടെ ശക്തി വായന തുടരുന്നു. അധ്യായം 4. ആശയക്കുഴപ്പം. ചോദ്യം: പല കാര്യങ്ങളും എന്നെ അലട്ടുന്നു. ഈ പ്രതിസന്ധിയിൽ എന്തു ചെയ്യണം എന്നതിനെക്കുറിച്ച് ഞാൻ ആശയക്കുഴപ്പത്തിലാണ്. ഉത്തരം: ജീവിതത്തിൽ ചില സാഹചര്യങ്ങൾ മാറ്റുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. അത് അംഗീകരിക്കുക. ഭൂതകാലത്തിലേക്ക് പോയി പണ്ട് നിങ്ങൾ ചെയ്തിട്ടുള്ള ഏതെങ്കിലും കാര്യം തിരുത്തുകയോ മാറ്റുകയോ ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. ഭാവിയിലേക്ക് പോയി അവിടെയും എന്തെങ്കിലും ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. അത് അംഗീകരിക്കുക. ഇപ്പോൾ നിങ്ങളുടെ കൈവശമുള്ളത് ഇന്ന് മാത്രമാണ്, വർത്തമാനകാലം. ഈ കാലവും കൂടെ ഇന്നത്തെ സൗകര്യങ്ങളും അറിവും ആന്തരഘടനയും സമയവും സ്ഥലവും നിങ്ങളുടെ കയ്യിലുണ്ട്. ഇപ്പോൾ കഴിയുന്നത്ര നന്നായി പ്രവർത്തിക്കുക. നാളെ വരുമ്പോൾ അതിനെ അപ്പോൾ കൈകാര്യം ചെയ്യാം. ആകാംക്ഷകൾക്കും ഭയങ്ങൾക്കും പശ്ചാത്താപങ്ങൾക്കും ഇടം കൊടുക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഇവയെല്ലാം ജന്മങ്ങളായി നിങ്ങൾ നിങ്ങളുടെ ചുമലുകളിൽ ചുമക്കുന്ന പാഴ്വസ്തുക്കളാണ്. വർത്തമാന ജീവിതത്തിലെങ്കിലും നിങ്ങൾക്ക് ബോധപൂർവം ഈ ചുമട് ഉപേക്ഷിക്കാം. നിങ്ങൾക്ക് അതിന് കഴിയുകയില്ലേ? പ്രതിസന്ധിയെക്കുറിച്ച്: നിങ്ങളല്ല അവയെ സൃഷ്ടിച്ചത്. അതിൻ്റെ ഉടമസ്ഥത ഏറ്റെടുക്കേണ്ട. പ്രതിസന്ധി സംഭവിച്ചു, നിങ്ങൾ അതിലേക്ക് വലിച്ചിടപ്പെട്ടതാണ്. അത് അനുഭവിക്കുക എന്നത് നിങ്ങളുടെ കാർമ്മിക പരിപാടിയായിരുന്നു എന്നർത്ഥം. നിസ്സംഗതയോടെ അത് അനുഭവിച്ചു തീർക്കുക. ഇത് നിങ്ങളെ നശിപ്പിക്കുകയില്ല. ഇത് മറ്റൊരു ഘട്ടം മാത്രമാണ്. കടന്നുപോയിക്കൊള്ളും. ആകാംക്ഷ. ചോദ്യം: എങ്ങനെയാണ് ആകാംക്ഷയെ കൈകാര്യം ചെയ്യുക? ഉത്തരം: മനസ്സിലാക്കുന്നതിലൂടെ. സത്യത്തെ അഥവാ യാഥാർത്ഥ്യത്തെ വ്യക്തമായി മനസ്സിലാക്കുന്നതിലൂടെ. താഴെ നിന്ന് നോക്കുമ്പോൾ പർവ്വതം കീഴടക്കുവാൻ കഴിയാത്തതാണ്. എന്നാൽ ഒരു പർവ്വതാരോഹകന് അത് ജീവിതഗതിയിൽ താൻ നേരിട്ടുള്ള വെല്ലുവിളികളിൽ ഒന്ന് മാത്രമാണ്. അയാൾ അതിനെയും കീഴടക്കും. നിങ്ങൾ എങ്ങനെ കാണുന്നു എന്നതിനെ ആശ്രയിച്ചാണ് അത്. അറിയപ്പെടാത്തതിനെ പറ്റിയുള്ള ഭയം അല്ലെങ്കിൽ അറിയപ്പെടാത്ത, പ്രത്യേകിച്ചും ഭാവിയെക്കുറിച്ചുള്ള ഭയങ്ങൾ മൂലമാണ് ആകാംക്ഷ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഭയമുള്ളതുകൊണ്ട് ഭാവി മേഘാവൃതമായിരിക്കും. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, നാം നമ്മുടെ ഇന്നിനെ വിവേകത്തോടെ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഭാവി ഇരുളടഞ്ഞതായിരിക്കും. ഒന്നും നമ്മുടെ സ്വന്തമല്ലെന്ന് അറിയുക. ഒന്ന് ചുറ്റും നോക്കൂ. നിങ്ങളുടെ വീട്, കാർ, നിങ്ങൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ, നിങ്ങളുടെ കൈവശമുള്ള ക്ഷണഭംഗുരമായ ധനം, നിങ്ങളുടെ ബന്ധുക്കൾ, നിങ്ങളുടെ ശരീരം പോലും ഒന്നും നിങ്ങളുടെ സ്വന്തമല്ല. നിങ്ങൾക്ക് അനുഭവങ്ങൾ തരുവാനായി എല്ലാം വന്നു. സമയമാകുമ്പോൾ എല്ലാം പോവുകയും ചെയ്യും. മരണശേഷം നിങ്ങളുടെ ശരീരവും നശിച്ചു പോകും. അതുകൊണ്ട് മുറുകെ പിടിക്കാൻ എന്താണുള്ളത്? നിങ്ങളുടെ ആത്മാവ്. അനിത്യമായ ഈ ലോകത്തിൽ നിത്യമായ ഒരേ ഒരു സത്തയായ ആത്മാവ് മാത്രം. കൈവശപ്പെടുത്താൻ വേണ്ടിയുള്ള എല്ലാ കലഹങ്ങളും യുദ്ധങ്ങളും വ്യർത്ഥമാണ്, അനാവശ്യമാണ്. നിങ്ങൾക്ക് വേണ്ടത് സ്നേഹം മാത്രമാണ്. സ്നേഹിക്കുക മാത്രം ചെയ്യൂ. എല്ലാ ആകാംക്ഷകളും തീരും. നിങ്ങൾക്ക് ആകാംക്ഷ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഭാവി സംഭവിക്കും. നിങ്ങൾ അതിനെ നേരിട്ടേ മതിയാകൂ. രക്ഷപ്പെടാൻ കഴിയുകയില്ല. ധീരതയോടെ നേരിടുന്നതാണ് ഉചിതം. എതിരിടുക. അങ്ങനെയാണ് ജീവിതം നയിക്കേണ്ടത്. ആത്മഹത്യ ചെയ്തവർ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് സ്വയം കരുതിയിട്ടുണ്ടാവാം. അതിലും വലിയ കാർമ്മിക പ്രശ്നങ്ങൾ അടുത്ത ജന്മത്തിൽ അവരെ കാത്തിരിക്കുന്നുണ്ട്. അടുത്ത ജന്മത്തിൽ അവരുടെ പ്രശ്നങ്ങൾ കൂടുതൽ വലുതും ബഹുലവുമായിരിക്കും. ഒളിച്ചോട്ടം ഒന്നിനും പരിഹാരമല്ല. ചോദ്യം: എന്തുകൊണ്ടാണ് എനിക്ക് ആകാംക്ഷ തോന്നുന്നത്? ഉത്തരം: നിർദ്ദിഷ്ടമായ ഒരു രീതിയിൽ പ്രവർത്തിക്കുവാൻ സമൂഹത്തിൽ നിന്നുള്ള സമ്മർദ്ദം. നിങ്ങൾക്കായി നിങ്ങൾ നിശ്ചയിച്ചിട്ടുള്ള ലക്ഷ്യം മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തൽ. നിങ്ങൾ നിങ്ങളാണ്. നിങ്ങളെപ്പോലെ മറ്റാരുമില്ല. താരതമ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഒന്നും തെളിയിക്കേണ്ടതായിട്ടില്ല. നിങ്ങൾ ഒരു സംഘടനയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്വയം വ്യാപാരം നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് നേടേണ്ടതായ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് അവ നേടാൻ കഴിയുന്നില്ലെങ്കിൽ അതിന് കാരണം: ഒന്ന്, ആ ജോലി നിങ്ങൾക്ക് യോജിച്ചതല്ല. എന്തോ ഒരു നിസ്സഹായത കൊണ്ട് നിങ്ങൾ അത് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കഴിവിന് അതീതമായ ലക്ഷ്യങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നുണ്ട്. 2, ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് മറ്റെവിടെയോ ആണ്. ശ്രദ്ധ പതറിപ്പോകുന്നു. 3, ആത്മവിശ്വാസമില്ലായ്മ.
ഇവയെല്ലാം പല മാർഗങ്ങളിൽ കൂടി കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഏകാഗ്രത ഉണ്ടെങ്കിൽ നേടാൻ കഴിയാത്തതായി ഒന്നുമില്ല. ഒരേ സമയത്ത് പലതും ചെയ്യുന്നത് അവയിൽ ഓരോന്നിലുമുള്ള ശ്രദ്ധ കുറയ്ക്കുന്നു. മുഴുവൻ ശ്രദ്ധയോടുകൂടി ഒരു സമയത്ത് ഒരു കാര്യം മാത്രം ചെയ്യുക. അത് ധ്യാനത്തിന് തുല്യമായിരിക്കും. പിന്നെ അടുത്ത കാര്യത്തിലേക്ക് കടക്കുക. അതുകൊണ്ടാണ് പ്രവൃത്തി ഉപാസനയാണ് എന്ന് പറയുന്നത്. പൂർണ്ണമായ ശ്രദ്ധയോടെ പ്രതിഫലേച്ഛ കൂടാതെ ചെയ്യുന്ന പ്രവൃത്തിയാണ് കർമ്മയോഗം. നിങ്ങൾക്ക് ആകാംക്ഷയുണ്ടാക്കുന്നത് എന്താണെന്ന് വിശകലനം ചെയ്യുക. എന്തുകൊണ്ടെന്നാൽ അത് വ്യക്തിപരമാണ്. ഇപ്പോൾ നിങ്ങളുടെ കൈവശം എന്തെല്ലാം വസ്തുക്കൾ ഉണ്ടെന്ന് വിശകലനം ചെയ്യുക. നിങ്ങളുടെ ആകാംക്ഷയെ തരണം ചെയ്യുവാൻ അതേ വസ്തുക്കൾ തന്നെ ഉപയോഗിക്കുക. നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്തതൊന്നും നിങ്ങൾക്ക് ഉപയോഗിക്കുവാൻ കഴിയുകയില്ല. നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്തതിനെക്കുറിച്ച് ദുഃഖിച്ചിട്ട് കാര്യമില്ല. നിങ്ങളുടെ കൈവശമുള്ളത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സ്ഥിതിവിശേഷങ്ങളെ തരണം ചെയ്യുക. ഭയം ഏതെങ്കിലും സ്ഥിതിവിശേഷത്തെ ജയിക്കുവാനുള്ള സാധ്യതയുടെ 50% കൂടുതൽ നീക്കം ചെയ്യുന്നു. ഭയം കൊണ്ട് മനോമാന്യം സംഭവിക്കുന്നു. നിർഭയത്വമാണ് പരിഹാരം. അതിന് നിങ്ങൾ പരിമിതമായ ഈ ശരീരമോ മനസ്സോ ബുദ്ധിയോ അല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു നിശ്ചിത കാലത്തേക്കും ഒരു പ്രത്യേക ലക്ഷ്യത്തിനും വേണ്ടി ഈ ശരീരത്തെയും മനസ്സിനെയും ബുദ്ധിയെയും ഉപയോഗപ്പെടുത്തുന്ന അനശ്വരമായ ബ്രഹ്മമാണ് നിങ്ങൾ. ഓരോ സ്ഥിതിവിശേഷവും താൽക്കാലികമാണ്. അതിന് മാറ്റം വരും. ആകാംക്ഷയെ അവബോധം കൊണ്ട് കൈകാര്യം ചെയ്യണം. ജയ് മോഹൻജി. താങ്ക് യു.